പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കന്മാരെ, വിശേഷിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് KPCCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന, ഇപ്പോൾ CPIM-നോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തോടും സഹകരിച്ച് പ്രവർത്തിക്കുന്ന എൻ്റെ ആത്മമിത്രം സഖാവ് അനിൽകുമാർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, സംക്ഷിപ്തമായി അധ്യക്ഷൻ തന്നെ സൂചിപ്പിച്ചു, വളരെ വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കാൻ പോകുന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ മാസം 26-നാണ് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഏപ്രിൽ 19-ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മറ്റു സ്ഥലങ്ങളിൽ ആരംഭിക്കുന്നു. മെയ് മാസത്തിലേക്ക് അത് നീണ്ടു നിൽക്കും. ജൂൺ 1 വരെയുണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലൂടെ നീണ്ട് ജൂൺ മാസം വരെ ചെന്നെത്തുന്ന, സാങ്കേതികമായി 3 വ്യത്യസ്ത മാസങ്ങളിൽ പരന്നു കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് നടത്തിത്തീർത്ത തെരഞ്ഞെടുപ്പ് ഇതാണെന്ന് പെട്ടെന്ന് തോന്നാം. അല്ല, 1ാം തെരഞ്ഞെടുപ്പ് 1952-ൽ നടന്ന തെരഞ്ഞെടുപ്പ്, അത് ഇതിൽ കൂടുതൽ സമയമെടുത്ത് നടന്നതാണ്. അത് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഭരണഘടനയൊക്കെ നിർമ്മിച്ച് പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് 51 അവസാനം മുതൽ 52 വരെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വളരെ വളരെ നിർണായകമായ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പൊ മുതിർന്നവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അത് അടിയന്തരാവസ്ഥയ്ക്ക് ഇളവ് വരുത്തിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി 1977-ൽ നടത്തിയ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്ന പൗരാവകാശം, ജനാധിപത്യ സ്വാതന്ത്ര്യം, ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു ജയിലാക്കി മാറ്റിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥ 1975 ജൂൺ മാസം 25 അർദ്ധരാത്രിക്ക് ആരംഭിച്ച അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനയ്ക്കെതിരായ അതിക്രമം നടന്നിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് എത്രയോ ഭീകരമായ ഭരണഘടനാ വിരുദ്ധ അതിക്രമങ്ങളാണ് ഇപ്പോ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നരേന്ദ്രമോദിക്ക് ഭരണഘടനാ വിരുദ്ധമായ അതിക്രമങ്ങൾ കാണിക്കാൻ മാതൃക കാണിച്ചു കൊടുത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥക്കാലത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, 5 വർഷത്തിലൊരിക്കൽ നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഭരണഘടനയുടെ ഭാഗമായ ജനപ്രാതിനിധ്യ നിയമം അത് അട്ടിമറിച്ചു. 1971-ൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടാണ് അത് അവസാനിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് 5 വർഷം, 71, 5, 76 തെരഞ്ഞെടുപ്പ് നടന്നോ? ഇല്ല. ചിലരെങ്കിലും അത് മറന്നുപോയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 5 വർഷമെന്ന ലോക്സഭയുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭരണഘടനയിലുള്ള വ്യവസ്ഥ അട്ടിമറിച്ചു ശ്രീമതി ഇന്ദിരാഗാന്ധി. പാർലമെന്റിൽ പ്രമേയം പാസാക്കി. അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് 5 വർഷം പൂർത്തിയാക്കിയ ലോക്സഭയുടെ കാലാവധി നീട്ടുകയാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ വലിയ ജനാധിപത്യ വക്താവായിട്ട് ഇവിടെല്ലാം വന്നത് പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്രൂരകൃത്യങ്ങൾ, ജനാധിപത്യ വിരുദ്ധ ക്രൂരകൃത്യങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങൾ ശരിയാണ്. നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികളെ കുറിച്ച് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതും ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ അമ്മ ആരാണ്? ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയാണ് ജനാധിപത്യത്തെ ഗളച്ഛേദം ചെയ്യുന്നതിന് BJP-ക്കാർക്ക് മാതൃക കാണിച്ചു കൊടുത്തെന്നുള്ളത് ഈ ഘട്ടത്തിൽ കൊണ്ടാണ്.
എന്നാൽ അടിയന്തരാവസ്ഥ പിൻവലിക്കാതെ അടിയന്തരാവസ്ഥയ്ക്ക് അയവ് വരുത്തിക്കൊണ്ടാണ് 77 തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പൊ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഉത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന ഒരു യോഗത്തിലാണ് EMS പ്രസംഗിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ വെച്ചു. എന്തായിരുന്നു അത്? അദ്ദേഹത്തിന്റെ വിക്കോടുകൂടി അദ്ദേഹം പറഞ്ഞു, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ. അതൊരു ഇടിനാദം പോലെ ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ചു. ജനങ്ങൾ അത് ഏറ്റെടുത്തു. കേരളത്തിലെ അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എറിഞ്ഞു. ഇന്ന് ഈ 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ നരേന്ദ്രമോദി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നടപ്പാക്കുകയാണ്. ആ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമാണ് ഇന്ത്യൻ ജനത ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നത്. അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ എന്നുള്ളതിന്റെ തെളിവെന്താണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഭരണം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് MCC അഥവാ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. ആ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരു IAS ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് സ്ഥലം മാറ്റണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം. ഉദ്യോഗസ്ഥന്മാര് ഗവൺമെന്റ് IAS മാത്രമല്ല, സെക്രട്ടറി ലെവലിലും ജോയിന്റ് സെക്രട്ടറി ലെവലിലും IAS അല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ സ്ഥലം മാറ്റണമെങ്കിൽ എന്തുകൊണ്ട് എന്ന് കാരണം എഴുതി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ട് അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥലം മാറ്റാൻ പറ്റുള്ളൂ. അതാണ് മാതൃകാ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥയുടെ ഒരു പ്രാധാന്യം. നരേന്ദ്രമോദി ചെയ്യുന്നതോ ഉദ്യോഗസ്ഥന്മാരെയല്ല, 2 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ കൂടി ജയിലിട്ടിരിക്കുകയാണ്. അതിൽ ശ്രീ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാത്രമല്ല, ആ പാർട്ടിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവുമാണ്. ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി പദവി അതിന്റെ കൺവീനർ സ്ഥാനം. പല പാർട്ടികളിലും പലതരത്തിലാണ്. ചില പാർട്ടികളിൽ പ്രസിഡന്റാണ് പ്രധാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ജനറൽ സെക്രട്ടറിയാണ് പ്രധാനം. ആം ആദ്മി പാർട്ടിയിലോ കൺവീനറാണ്. ശ്രീ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമാണ്, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമാണ്. ഇന്ത്യ എന്ന രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഇന്ത്യയിലെ തലയെടുപ്പുള്ള 5-8 നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ പിടിച്ച് PMLA ചാർജ് ചെയ്തുകൊണ്ട്, PMLA എന്ന് കേട്ടാൽ നിങ്ങൾ പലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചിട്ടുള്ളത് അഴിമതി ആരോപണമാണ്. ഡൽഹി മദ്യനയത്തിൽ മാറ്റം വരുത്തി അഴിമതി നടത്തിയെന്ന് നമ്മൾ ഓർത്തിരിക്കണം. 2021 നവംബർ മാസത്തിലാണ് ഡൽഹി മദ്യനയം സംബന്ധിച്ച് ഈ വിവാദ തീരുമാനം ഡൽഹി ഗവൺമെന്റ്, ആം ആദ്മി പാർട്ടി ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്, കേജ്രിവാൾ ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. അതിനെക്കുറിച്ച് വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന ആ മദ്യനയം അത് റദ്ദാക്കി പഴയ മദ്യനയം ഇപ്പൊ പ്രസ്താവിച്ചിരിക്കുക. എപ്പം മുതൽ? 2022 നവംബറിൽ കൊണ്ടുവന്നു. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. 2022 ജൂലൈയിൽ അത് പിൻവലിച്ചു. ഇപ്പൊ മാറ്റം വരുത്തിയ മദ്യനയം, അഴിമതി ആരോപിക്കപ്പെടുന്ന മദ്യനയം ഇപ്പൊ നിലവിലില്ല. അത് വേറൊരു കാര്യം. ആ മദ്യനയം, അതിൽ അഴിമതി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചാർജ് ചെയ്യാമായിരുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമാണ്. നരേന്ദ്രമോദി ചാർജ് ചെയ്തിട്ടുള്ളതോ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്നത് നിരോധിക്കാനുള്ള നിയമം. എന്തിനാണ് ഈ ഒരു തരികിട? അഴിമതി വിരുദ്ധ നിയമപ്രകാരം ചാർജ് ചെയ്യുന്നതിന് പകരം
കള്ളപ്പണം വെളുപ്പിക്കുന്ന തടയൽ നിയമപ്രകാരം കേസ് എന്തിനാ ചാർജ് ചെയ്തത്? ഇതൊക്കെ നമ്മൾ പഠിക്കണം ഈ BJPയെ നേരിടണമെങ്കിൽ. അതിന് കാരണം PMLA ആക്ട് അനുസരിച്ച് കേസിൽ പെട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാതെ ദീർഘകാലം കാരിരുമ്പഴികൾക്കുള്ളിൽ ഒരാളെ അടച്ചിടാം. അങ്ങനെയാണ് PMLA ആക്ട്. വക്കീലാണില്ലേ, വക്കീലുമാണ് അദ്ദേഹം. വക്കീൽ. ഞാൻ നിയമമൊന്നും പഠിച്ചിട്ടില്ല, ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി ഓരോന്ന് വായിച്ചു പഠിക്കാം. ഇവിടെ പെട്ടെന്ന് വക്കീല് ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അൽകുമാർ പ്രഗത്ഭനായ ഒരു വക്കീലും കൂടിയാണ്, രാഷ്ട്രീയ പ്രവർത്തനം. അവർക്ക് വേണമെങ്കിൽ കൂടുതൽ വിശദീകരിച്ച് തരാൻ പറ്റും ഇതിന്റെ ഇൻട്രിക്കസ്, ഇതിന്റെ സൂക്ഷ്മമായ സാങ്കേതിക വിശദാംശം. ഇപ്പൊ ഈ ഡൽഹി ഗവൺമെന്റ്, ആം ആദ്മി പാർട്ടി ഗവൺമെന്റിനെതിരായിട്ട് ഈ മദ്യ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് ആദ്യം അറസ്റ്റ് ചെയ്തത് ആരെ? ഉപമുഖ്യമന്ത്രി സിസോദിയ. അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തു. അദ്ദേഹം എത്ര കാലമായിട്ട് ജയിലിൽ കിടക്കുക? എത്ര കാലമായി? 1 വർഷത്തിലധികമായി. ഈ 1 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം അഴിമതി കാണിച്ചോ ഇല്ലയോ എന്നുള്ളത് കോടതി തെളിയിക്കണ്ടേ? ഇല്ല. നമ്മൾ ചിലര് ഹൃദയം തേങ്ങി ഒരാളെ ഓർക്കാറുണ്ട്, സ്റ്റാൻ സ്വാമി, ഫാദർ സ്റ്റാൻ സ്വാമി. എന്താണ് ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ സംഭവിച്ചത്? അദ്ദേഹം പ്രായം ചെന്ന് എത്ര 84 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നില്ല. വന്ധ്യവയോധികനായിട്ടുള്ള ഒരു പുരോഹിതനാണ്, ക്രിസ്തീയ പുരോഹിതനാണ്, മനുഷ്യാവകാശ പ്രവർത്തനം നടത്തുന്നു. അദ്ദേഹത്തെ നക്സലൈറ്റ് മുദ്രയടിച്ചിട്ടാണ്, ഭീകരവാദി എന്ന് മുദ്രയടിച്ചിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല. അങ്ങനെ ജയിലിനകത്തിട്ട് പീഡിപ്പിച്ച് ഒടുവിൽ ജയിൽ കിടന്ന് അദ്ദേഹം മരിച്ചു. വർഷങ്ങളോളം ജയിൽ കിടന്നു. ഇതുപോലുള്ള വകുപ്പുകൾ, കരിനിയമങ്ങൾ, UAPA, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, ഇങ്ങനെയുള്ള വകുപ്പുകളിൽ, ജാമ്യം കിട്ടാത്ത വകുപ്പുകളിൽ മനുഷ്യാവകാശ പ്രവർത്തകരെയും നരേന്ദ്രമോദിയെ ധീരമായി വിമർശിക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും കുടുക്കി ജയിലിലടയ്ക്കുന്ന പദ്ധതി, അത് അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് നടക്കില്ല. അതിനാണ് ഇവരാരോപിക്കുന്നത് തന്നെ അഴിമതി നടത്തി. ഡൽഹി മദ്യ നയം സംബന്ധിച്ച് ചാർജ് ചെയ്യുന്നതോ PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. 1 വർഷത്തിലധികം കിടക്കുകയാണ് അദ്ദേഹം, സിസോദിയ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട നേതാക്കന്മാരിൽ ഒരാളാണ് കേജ്രിവാൾ. അദ്ദേഹത്തെ ഇവിടെ ജയിലിലിരിക്കുകയാണ്. സ്വേച്ഛാധിപത്യ ഭീകരതയെ നിന്റെ പേരാണോ നരേന്ദ്രമോദി, BJP, RSS എന്നീ നാട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവർക്കൊരു 3-ാം ഊഴം നരേന്ദ്രമോദിക്ക് കിട്ടിയാൽ നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ CPIMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ സഹായിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിചാരം. ജനങ്ങൾ തരുന്ന പണമെല്ലാം കണക്കിൽ അനുസരിച്ച് കൃത്യമായി ബാങ്കിലിടുന്ന പാർട്ടിയും പ്രസ്ഥാനവുമാണ്. തൃശ്ശൂരിലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ അഭിമാനമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ VS സുനിൽകുമാർ, ഞങ്ങൾ അസംബ്ലിയിൽ ഒരുമിച്ച് അംഗങ്ങളായി ഇതിന് പരിചയമുണ്ട്. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് CPMന്റെ തൃശ്ശൂരിലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് കൊണ്ട് ഒരു ഊനവും തട്ടാൻ പോകുന്നില്ല, ഒരു പ്രയാസവും ഉണ്ടാകാൻ പോകുന്നില്ല. ജനങ്ങൾ സഖാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്, സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി പണം കൊടുക്കും. പക്ഷെ ഇവരുടെ ഈ ക്രിമിനൽ ബുദ്ധി, RSSന്റെയും BJPയുടെയും ക്രിമിനൽ ബുദ്ധി ഇത്തരത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാൻഡപ്പ് നമ്മുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് വലിയ ഫലിതങ്ങൾ പറയുന്ന, ഇപ്പൊ ഒരുപാട് പേര് ഹിന്ദിയിലും മലയാളത്തിൽ അത് അധികമില്ല, മലയാളത്തിൽ മിമിക്രിയൊക്കെയാണ്,
പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗം പോലെയാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് അയാളുടെ പ്രസംഗം കേട്ടത്. എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, 2 ഫുട്ബോൾ ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നതാണ്. അപ്പൊ ഒരു ടീം വളരെ ശക്തമാണ്, മറ്റേ ടീം പൊതുവിൽ ദുർബലമാണ്. പെട്ടെന്ന് ഇപ്പം ആണ് ആ ടീം കൂട്ടി യോജിപ്പിക്കപ്പെട്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാവും മോഡിയുടെ ടീമും പ്രതിപക്ഷ ടീമിനെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ ഈ ശക്തമായ ടീമെന്ന് പറയുന്ന അവർ ശക്തമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് അത്ര വിജയത്തിന്റെ കാര്യത്തിൽ അത്ര ഉറപ്പ് പോരാ. അതുകൊണ്ട് ആ ശക്തമെന്ന് അവകാശപ്പെടുന്ന ടീം റഫറിയെ പണം കൊടുത്ത് വശത്താക്കിയിരിക്കുക. റഫറിയെ പണം കൊടുത്ത് വശത്താക്കിയാലുള്ള കാര്യം അറിയാതെ അതിന്റെ പ്രയോജനം കാണാനുണ്ട്. റഫറി റെഡ് കാർഡ് കാണിക്കുകയാണ് മറ്റേ ടീമിൽപ്പെട്ടവർക്ക്. ഒടുവിൽ റഫറി ഇങ്ങനെ സമീപനം എടുക്കുന്നു എന്ന് കണ്ടതോടുകൂടി ഈ ശക്തമായ ടീമിനെ എതിർക്കുന്ന ടീമിൽപ്പെട്ട പല കളിക്കാരും ഈ ശക്തമായ ടീമിലെ കളിക്കാരായിട്ട് മാറി. അവിടെ 11 പകരം 15 കളിക്കാരാണ് ഒരു ടീമിലോട്. ഈ കോൺഗ്രസ്സുകാർ BJPയിലേക്ക് മാറുന്നതിനെയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. തമാശ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഗോൾ അടിച്ചു കൂട്ടുന്നു. അപ്പൊ ഇത്ര ഗോൾ എങ്ങനെ അടിച്ചു? അതിന് കാരണം ഈ ടീമിന്റെ ഗോളിയെ തന്നെ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കിയിരിക്കുകയാണ്. ഗോളി ഇല്ലാത്ത പോസ്റ്റിലാണ് ഇവർ പോയി ഈ റഫറിയുടെ സഹായത്തോടു കൂടി ഗോൾ അടിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ചോ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ വിവരണം പുള്ളി അവസാനിപ്പിക്കുക. ഇങ്ങനെ ഗോളൊന്നും ഇവരടിച്ചു കൂട്ടാൻ പോകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു നർമ്മഭാവനയിൽ അദ്ദേഹം നടത്തിയ അവതരണമാണ്. പക്ഷേ നരേന്ദ്രമോദിയും RSSും BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു വിവരണമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. RSSനെയും BJPയും നരേന്ദ്രമോദിയും എതിർക്കുന്ന കോൺഗ്രസ് ടീമിൽപ്പെട്ട പലരും കാലുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടീമിന് വേണ്ടി കളിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കളം മാറി അങ്ങേ ടീമിൽ പോയി ഇന്ന് കളിക്കുന്ന പോലുള്ള പരിപാടി. അത് കോൺഗ്രസിനെതിരായിട്ടുള്ള ആരോപണമാണോ? ഇത് കോൺഗ്രസിനെതിരായിട്ടുള്ള ആരോപണമാണോ? നമ്മൾ വെറുതെ പറയുന്നതാണോ? നിലവിലുള്ള ലോക്സഭയിലെ BJPയുടെ 304 അംഗങ്ങളിൽ 110ലധികം BJP അംഗങ്ങൾ മുൻ കോൺഗ്രസുകാരാണ്. അപ്പൊ ഇങ്ങനെ മാറുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ നിലപാടുകൾ മാറുന്നത് അധാർമികമാണെങ്കിൽ സഖാവ് KP അനിൽകുമാർ ഇവിടെ മാറി വന്നിരിക്കുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ന് ചോദിക്കാറ്. സഖാവ് അനിൽകുമാർ ഇവിടെ വന്നിരിക്കുന്നത് രാഷ്ട്രീയമായ തിരിച്ചറിവിന്റെ കോൺഗ്രസ് നടത്തുന്ന ഈ വഞ്ചന BJPയെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ജീർണിച്ചു പോകുന്ന അവസ്ഥ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് വരികയാണ്. അത് അഡ്വക്കേറ്റ് അനിൽകുമാർ മാത്രമല്ല, കോൺഗ്രസിന്റെ MLA ആയിരുന്ന സുലൈമാൻ റാവുത്തർ, ഇടുക്കിയിലെ കോൺഗ്രസിന്റെ MLA ആയിരുന്ന സുലൈമാൻ റാവുത്തർ, അദ്ദേഹമാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനവുമായി സഹകരിക്കുന്നു. അത് കോൺഗ്രസിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, RSSന് വേണ്ടി സ്കൂളുകളിൽ പോയി ലളിതമായി ഗണിതശാസ്ത്രമെല്ലാം പഠിപ്പിച്ച് വലിയ സ്വാധീനം നേടിയെടുത്തിട്ടുള്ള ഒരു യുവ പ്രതിഭാശാലിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സുധീഷ് മിന്നി എന്നാണ്. നിങ്ങൾ ചിലര് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം RSSന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. സ്കൂളുകളിൽ പോയി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ട് അങ്ങനെ പോയി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് മഹാപാതകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് RSSന്റെ ഭാഗത്ത് നിന്ന് തന്റെ ജീവന് ഭീഷണി ഉണ്ടായേക്കും എന്ന സാഹചര്യം പോലും തൃണവൽഗണിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്ന മുൻ RSSകാരുണ്ട്. അത് രാഷ്ട്രീയമായ തീരുമാനവും തെരഞ്ഞെടുപ്പുമാണ്. എന്നാൽ അധികാരത്തിന് വേണ്ടി BJP വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി, നക്കാപ്പിച്ചയല്ല, കോടികളാണ് കോഴിയായിട്ട് കൊടുക്കുന്നത് കോൺഗ്രസ് MLAമാരെ കാലുമാറ്റിച്ച് മന്ത്രിസഭ ഉണ്ടാക്കിയ അനുഭവങ്ങൾ. പിന്നെ ഭീഷണിപ്പെടുത്തുന്നു. അജിത് പവാർ, ശരത് പവാറിന്റെ ബന്ധു അജിത് പവാർ NCP നേതാവായിരുന്നു.
അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ NCPയുടെ ഭാഗമായി BJP എതിർത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. മറിച്ച് ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് മന്ത്രിയാകാം, പദവികൾ കിട്ടാം. നിങ്ങൾക്കെതിരായിട്ടുള്ള അഴിമതി കേസുകൾ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഞങ്ങൾ നുള്ളിക്കേറി കളയും, കുഴിച്ചുമൂടും. ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ട് ഇത് തന്നെയാണ്. ആം ആദ്മി പാർട്ടി നേതാക്കന്മാർ BJP ചേരാൻ തയ്യാറായാൽ പ്രശ്നമില്ല. അങ്ങനെ കേന്ദ്ര ഭരണാധികാരവും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട കേന്ദ്ര ഉദ്യോഗസ്ഥരും CBI ഉദ്യോഗസ്ഥർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇവരെല്ലാം നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരെ മുഴുവൻ BJPയെ ശക്തിപ്പെടുത്താനും BJP എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വകവരുത്താനും ദുരുപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഭരണകൂടാധികാരത്തെ മുഴുവൻ RSSനെയും BJPയെയും ശക്തിപ്പെടുത്താൻ വേണ്ടി നിയമവിരുദ്ധമായി ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ഭരണം യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു ഭീകരവാദ ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്വബോധത്തോടുകൂടി ഞാൻ പറയുകയാണ്. അതിന് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. കാര്യം ഡൽഹിയിലൊക്കെ യാത്രയല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഞാൻ. ഇന്ത്യയിലെ അതിപ്രശസ്തനായ ഒരു വക്കീൽ, അദ്ദേഹത്തിന്റെ താമസം, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയാകാൻ ശുപാർശ ചെയ്യപ്പെട്ടയാളാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരങ്ങൾ നടക്കുമ്പോൾ സുപ്രീം കോടതി ആ കേസിന്റെ അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഗോപാൽ സുബ്രഹ്മണ്യം എന്നാണ്. ഇന്ത്യക്കാരായ നിയമപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റഗ്രിറ്റിയുള്ള, ഏറ്റവും കൂടുതൽ സത്യസന്ധതയുള്ള വക്കീലന്മാരുടെ സമൂഹത്തിൽ, കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കുന്ന വക്കീലന്മാരുടെ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയാം. ഇപ്പൊ നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള KK വേണുഗോപാൽ ഇപ്പൊ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ സീനിയറാണ്. ഹരീഷ് സാൽവെ, ഒരുപാട് വക്കീൽ ഫീസ് വാങ്ങിക്കുന്ന ഹരീഷ് സാൽവെ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. പക്ഷേ അവരെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ സത്യസന്ധതയുള്ള ഈ ഗോപാൽ സുബ്രഹ്മണ്യം, അദ്ദേഹം ഇപ്പോ ഇന്ത്യ വിട്ട് ലണ്ടനിലാണ് കൂടുതൽ സമയം താമസിക്കുന്നത്. കാര്യം വക്കീലെന്നുള്ളവർക്ക് അദ്ദേഹം ഒരുപാട് പണം സമ്പാദിച്ചു. അദ്ദേഹത്തിന്റെ പേര് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നേരിട്ട് പരിഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വളരെ കോഴക്കം സൃഷ്ടിച്ച കേസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നു. എന്താണ് ആ കേസ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ, അദ്ദേഹം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് സംസ്ഥാന ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നപ്പോൾ ഒരു വ്യാജ ഏറ്റുമുട്ടലിൽ ഒരു കൊലപാതകം നടത്തുന്നതിന്റെ സൂത്രധാരനായി ഈ അമിത് ഷാ പങ്കുവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കേസാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നത്. ഒരുപാട് ഫയലുകളുണ്ട്. സുപ്രീം കോടതി ആ കേസിൽ അമിക്കസ് ക്യൂറിയായി ഗോപാൽ സുബ്രഹ്മണ്യത്തെയാണ് നിയോഗിച്ചത്. ഗോപാൽ സുബ്രഹ്മണ്യം എല്ലാ കടലാസുകളും നോക്കി ഫയലുകൾ മുഴുവൻ പഠിച്ചിട്ട് അദ്ദേഹം സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഞാൻ ഈ കടലാസുകൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ, തെളിവുകൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ, രേഖകൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ ഒരു സംശയവുമില്ല, അമിത് ഷാ ഈ കൊലപാതകത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിന്റെ ആസൂത്രണത്തിലും നിർവഹണത്തിലും ഈ കൊലക്കേസിൽ അമിത് ഷാക്കെതിരെ കോടതിക്ക് പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഒരാളായി പ്രൊമോട്ട് ചെയ്യപ്പെടാൻ പരിഗണിച്ചിരുന്ന ലിസ്റ്റിൽ നിന്നും ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ പേര് വെട്ടിമാറ്റുന്നു. കേസ് തേച്ചുമാറ്റി കളയുന്നു. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷെ എക്സിക്യൂട്ടീവിൽ നിന്നും, ഭരണനിർവഹണ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും, മന്ത്രിസഭയിൽ നിന്നും സ്വതന്ത്രമായി കോടതി പ്രവർത്തിക്കും എന്ന സങ്കല്പത്തിലാണ് ഗോപാൽ സുബ്രഹ്മണ്യം റിപ്പോർട്ട് കൊടുത്തത്. പക്ഷെ കോടതി സ്വതന്ത്രമായി പ്രവർത്തിച്ചില്ല. അതാണ് ഇന്ത്യയുടെ ദയനീയാവസ്ഥ. അമിത്ഷാക്കെതിരായി പ്രോസിക്യൂഷൻ നടപടികൾ നീങ്ങിയില്ല. കോടതിയുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അമിക്കസ് ക്യൂറി ഒരു റിപ്പോർട്ട് കൊടുത്താൽ ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രൊസീഡ് ചെയ്യണം, മുന്നോട്ട് പോകണം. അതുണ്ടായില്ല. അദ്ദേഹത്തിനെതിരായി
കൊലക്കേസിലെ പ്രതി എന്നുള്ള നിലയിൽ അമിത്ഷായ്ക്കെതിരെ സുപ്രീം കോടതി നീങ്ങുന്നതിനെ തടഞ്ഞ നരേന്ദ്രമോദി അടുത്തായിട്ട് ചെയ്തത് എന്താ? ആ മനുഷ്യനെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാക്കുക അമിത്ഷാ. ഞാനിത് പറയാൻ കാരണം അതുകൂടി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഗോപാൽ സുബ്രഹ്മണ്യത്തിന് മനസ്സിലായി ഇനി ഇന്ത്യയിൽ നിന്ന് ഈ കേസിലൊക്കെ വക്കീലായിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ പിന്നെ വ്യാജ ഏറ്റുമുട്ടൽ ഉണ്ടാക്കിയ ആള് സംഹരിച്ച ആളിനെതിരായിട്ട് ആണ് സുപ്രീം കോടതിക്ക് ഗോപാൽ സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് കൊടുത്തത്. ആര് കൊലക്കേസിൽ പ്രോസിക്യൂഷന് വിധേയമാകണമെന്ന് താൻ റിപ്പോർട്ട് കൊടുത്തോ ആ ആൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാകുന്നു നരേന്ദ്രമോദിക്ക് കീഴിൽ. അപ്പൊ പിന്നെ വീണ്ടും ഞാൻ കൂടി ഉൾപ്പെട്ട ചില വ്യാജ ഏറ്റുമുട്ടൽ ഉണ്ടായെന്ന് വരാം. അവൻ ഇവിടെ നിൽക്കുന്നത് തനിക്ക് കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലണ്ടനിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ അപൂർവം കേസുകൾ വാദിക്കാൻ വരുമ്പോ വിമാനത്തിൽ എയർപോർട്ടിൽ ഇറങ്ങും, സുരക്ഷാ സംവിധാനത്തോടുകൂടി കോടതിയിൽ വരും, കേസ് വാദിക്കും, മടങ്ങിപ്പോകും. ഇതാണ് ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു നേർ ചിത്രമാണ് ഞാൻ ഈ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഡൽഹിയിൽ ഭരണത്തിൽ വരാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭരണഘടന ചിലപ്പോൾ അതിന്റെ ചട്ടക്കൂട് നിലനിന്നു വരും. അതിന്റെ ഉള്ളടക്കം മുഴുവൻ കുത്തിച്ചോർത്തപ്പെടാം. മതേതര ജനാധിപത്യ സമത്വാധിഷ്ഠിത റിപ്പബ്ലിക് എന്ന ഇന്ത്യയുടെ സ്വഭാവം പാടെ മാറ്റിമറിക്കപ്പെടാം. ഏക മതാധിപത്യ ഫാസിസ്റ്റ് രാഷ്ട്രമായി ഇന്ത്യ മാറാം. അതിന്റെ ഉദാഹരണങ്ങൾ, അതിന്റെ ചെറിയ സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് മണിപ്പൂർ. 2 ദിവസം മുമ്പത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു, വീണ്ടും 2 കുക്കികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ളവരാണ് മണിപ്പൂരിലെ. അവിടുത്തെ തീ ഇതുവരെ അണഞ്ഞിട്ടില്ല. എത്ര പേർ കൊല ചെയ്യപ്പെട്ടു? കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പ്രായം ചെന്നവർ. അറുത്തു വീഴ്ത്തിയ കബന്ധങ്ങൾ കുന്നുകൂടി കിടക്കുന്നു, രക്തമൊഴുകുന്നു. ആരാധനാലയങ്ങൾ, പള്ളികൾ ആക്രമിക്കുന്നു. അതിന് തിരിച്ചടികൾ ഉണ്ടാകുന്നു. വേറെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. മണിപ്പൂർ ചോരക്കളമായി മാറി. ആ മണിപ്പൂരിൽ ചോരക്കളമായി മാറിയപ്പോ അവിടെ ചെന്ന് മരിച്ചു വീണവരെ ഓർത്ത് ദുഃഖിക്കാനും അവിടുത്തെ വംശീയ കൂട്ടക്കൊലകൾ പട്ടാളത്ത് ഇറക്കി അമർച്ച ചെയ്തുകൊണ്ട് മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കാനും എന്തെങ്കിലും നടപടിയെടുത്തോ നരേന്ദ്രമോദി? അവിടെ നിന്ന് സന്ദർശിച്ച് ആ സംസ്ഥാനത്തിലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കൊരു ധൈര്യം പകർന്നു കൊടുത്തു, ആശ്വാസം പകർന്നോ നരേന്ദ്രമോദി? വിദേശയാത്രകൾ നടത്തുന്നു അദ്ദേഹം. കേരളത്തിൽ 4 തവണ ഉണ്ട്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം വന്നു. പക്ഷെ മണിപ്പൂരിൽ 1 തവണ പോയി അവിടുത്തെ മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. BJP വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ 2002 ഗുജറാത്തിലെ വംശക്കൊല പോലെ, വംശീയ ഉന്മൂലനാശം പോലെ മണിപ്പൂരിൽ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ച ചോരയും കണ്ണീരും ഒഴുകിപ്പടർന്ന ആ മണിപ്പൂർ, കേരളം തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനം, മണിപ്പൂർ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനം, ഇന്ത്യയുടെ പല ഭാഗങ്ങളും മണിപ്പൂരികളായിട്ട് മാറണോ? അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന ചോദ്യം. ഇവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. മണിപ്പൂരിനെ ഇങ്ങനെ ചോരക്കുരുതിയുടെ ഇടമാക്കി മാറ്റിയ അവിടുത്തെ BJP ഭരണം, അതിന്റെ തലവൻ ബിരൺ സിംഗ്. ആരാണ് ബിരൺ സിംഗ്? BJPയുടെ മുഖ്യമന്ത്രിയായി ബിരൺ സിംഗ് മാറുന്നതിന് മുമ്പ് അദ്ദേഹം മണിപ്പൂരിലെ കോൺഗ്രസ് നേതാവായിരുന്നു. ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ വിശദീകരണം നൽകണം. കോൺഗ്രസുകാർ ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനത്തിലേക്ക് വരുന്നു. അഡ്വക്കേറ്റ് അനിൽകുമാറിനെ പോലെ, മുൻ MLA സുലൈമാൻ റാവുത്തറെ പോലെ, മറ്റ് ഒട്ടേറെ പേർ, TK ഹംസയെ പോലെ DCC അധ്യക്ഷനായിരുന്നു, മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു TK ഹംസ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ നേതാവ്. അങ്ങനെ എത്ര പേർ ഈ രാജ്യത്തെ വെട്ടിനുറുക്കുന്ന
ഈ രാജ്യത്ത് ചോരപ്പുഴകൾ സൃഷ്ടിക്കുന്ന ഫാസിസ്റ്റ് RSSന്റെ നിയന്ത്രണത്തിലുള്ള BJPയിലേക്ക് എങ്ങനെ കോൺഗ്രസുകാർക്ക് പോകാൻ പറ്റുന്നു? മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും മൂല്യങ്ങൾ അവർ ഓർക്കുന്നുവെങ്കിൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരിടത്തും UDFന്റെയോ കോൺഗ്രസിന്റെയോ ആളുകളെ ജയിപ്പിച്ചുകൂടാ. അത് യഥാർത്ഥത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഒരു അഭിപ്രായമാണ്. നിങ്ങളറിയാതെന്താ രാഹുൽ ഗാന്ധി എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയായിട്ട് പോകുമ്പോൾ കർണാടകയിലോ മറ്റോ അതോ ഗോവയിലാണോ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു. എവിടാന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, BJP ഗവൺമെന്റ് രൂപീകരിക്കുകയില്ല എന്ന് ഉറപ്പാക്കണമെങ്കിൽ കോൺഗ്രസിനും മറ്റും ഒരു വിജയമുണ്ടാക്കി തന്നാൽ അതുകൊണ്ട് മാത്രം കഴിയില്ല. കോൺഗ്രസിന്റെ വിജയം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ മറ്റോ ഉണ്ടായാലും അങ്ങനെ ജയിക്കുന്നവരെ കുറച്ചുപേരെ BJPക്കാർ വിലയ്ക്ക് വാങ്ങിയെന്ന് വരും. അവർക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്ത അത്ര ആളുകളെ കോൺഗ്രസിനെ ജയിപ്പിച്ചു തന്നാല് കോൺഗ്രസ് ജയിച്ചിട്ടും BJP ഗവൺമെന്റ് രൂപീകരിക്കുന്ന പോലുള്ള അപകടങ്ങൾ പലയിടത്തും ഉണ്ടായല്ലോ. അത് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ BJP ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പറ്റാത്ത വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം വേണമെന്ന് ഇതിനെ വ്യാഖ്യാനിക്കാം രാഹുൽ ഗാന്ധി പറഞ്ഞത്. കാര്യം കോൺഗ്രസിന്റെ കൂടുതൽ ആളുകളെ ജയിപ്പിച്ചു വിട്ടുന്നതുകൊണ്ട് BJP അവരിൽ ഭൂരിപക്ഷത്തെയും വിലയ്ക്ക് വാങ്ങുകയില്ലെന്ന് കരുതാൻ പറ്റില്ല. അതിനെന്താ ഉദാഹരണം? അതിന്റെ ഉദാഹരണം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 5 വർഷം മുമ്പാണ് അവിടെ 2019 അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് അവിടെ കോൺഗ്രസ് ജയിച്ചു. 2019 കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി? 60 അംഗ അസംബ്ലിയിൽ 44 പേർ കോൺഗ്രസുകാർ, ഉറച്ച ഭൂരിപക്ഷം.
അപ്പൊ പേമ ഖണ്ഡു മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് രൂപീകരിച്ചു. അങ്ങനെ കോൺഗ്രസ് ഗവൺമെന്റ് പേമ ഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഓപ്പറേഷൻ താമര അരുണാചൽ പ്രദേശ് പ്രഖ്യാപിച്ചു, നടപടികളെടുത്തു. എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാം. എന്താ സംഭവിച്ചത്? അരുണാചൽ പ്രദേശിൽ 5 വർഷം മുമ്പ് 60 അംഗങ്ങളുള്ള അസംബ്ലിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും എല്ലാം കൂടെ ചേർന്ന് 44 പേരാണ് കോൺഗ്രസ് അംഗങ്ങൾ. അതിൽ ഒരാളെ മാത്രം ഒഴിവാക്കിയത്. എന്തിനാ ഒഴിവാക്കിയെന്ന് അറിഞ്ഞൂടാ. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഉൾപ്പെടെ 43 പേർ ഇന്ന് വൈകുന്നേരം വരെ കോൺഗ്രസ്, നാളെ രാവിലെ BJP. ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഇതൊരു അത്ഭുതമായി. ഇങ്ങനെ വേറെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പം കോൺഗ്രസിന് നല്ല ഉറച്ച ഭൂരിപക്ഷം നൽകിയാൽ പോലും മൊത്തമായി അവരെ വാങ്ങാൻ BJPക്ക് കഴിയുമില്ല. അതുകൊണ്ട് കേരളത്തിൽ ഏപ്രിൽ 26 വോട്ടെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കേരളത്തിലെ UDF സ്ഥാനാർത്ഥികളിൽ രാഹുൽ ഗാന്ധിയെ BJP വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞില്ല. അത് ഞാൻ ചർച്ചാ വിഷയമാക്കിയതില്ല. കാര്യം പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹം. കേരളത്തിൽ ഒന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു. BJPക്ക് കുറച്ച് സ്വാധീനമുള്ള, എന്നാൽ BJPയെ കോൺഗ്രസിനും മറ്റ് ഘടക പാർട്ടികൾക്കും കൂടി തോൽപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും BJPയെ ഏറ്റുമുട്ടി തോൽപ്പിക്കുന്ന ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വരുന്നതായിരുന്നു കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കൊക്കെ നല്ലത്. അത് വേണ്ട. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ സഖാവ് ആനി രാജയ്ക്കെതിരായിട്ട് മത്സരിച്ചുകൊണ്ടാണ് BJPക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി പട നയിക്കുന്നത് എന്ന അസംബന്ധം ഗോഷ്ടി അത് കാണിക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമെന്ന് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സീറ്റിന്റെ ഞാൻ വിടുന്നു. മറ്റു മണ്ഡലങ്ങളിൽ എന്താ സംഭവിക്കാനിടയുള്ളത്? UDFന്റെ ആരെങ്കിലും ജയിച്ചാൽ എന്ത് സംഭവിക്കും? ഇപ്പം വേറൊരു അഖിലേന്ത്യാ കോൺഗ്രസ് നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുന്നത് ജയിക്കാനാണെങ്കിൽ അതിലൂടെ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BJPക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം കൈവരിക്കുന്നതിന് സഹായകമായി ഒരു രാജ്യസഭാ സീറ്റ് BJPക്ക് സമ്മാനിക്കുന്ന പ്രവൃത്തിയിലാണ് KC വേണുഗോപാൽ. അദ്ദേഹം ആലപ്പുഴയിൽ ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ ഏർപ്പെട്ടിരിക്കുന്നത്. അത് ഈ പറഞ്ഞ വാചകമെല്ലാം കേട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തലവലി ഉണ്ടാവും. ലോക്സഭയിൽ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ BJPക്ക് രാജ്യസഭയിൽ സീറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ആ സംഭവങ്ങൾ നന്നായിട്ട് പിന്തുടർന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം KC വേണുഗോപാൽ ഇപ്പോൾ രാജ്യസഭാംഗമാണ്. കേരളത്തിൽ നിന്നാണോ? അല്ല, അദ്ദേഹം രാജസ്ഥാനിൽ നിന്നാണ്. അദ്ദേഹത്തിന് 3 വർഷത്തോളം രാജ്യസഭാംഗമായി തുടരാൻ കഴിയും. നമ്മുടെ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഒരേ സമയം 2 സഭകളിൽ ഇരിക്കാൻ പറ്റില്ല. നിയമസഭയിലും ലോക്സഭയിലും കൂടി ഇരിക്കാൻ പറ്റില്ല. രാജ്യസഭയിലും ലോക്സഭയിലും കൂടി ഇരിക്കാൻ പറ്റില്ല. ഒരു സഭയിലെ ഒരാൾക്ക് ഒരു സമയം അംഗമായിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് തെറ്റാണ്. 2 സഭയിൽ ഒരാൾക്ക് അംഗമായിരിക്കാം 6 മാസം വരെ, അല്ലേ? 6 മാസത്തിനുള്ളിൽ 2-ൽ 1 രാജിവെക്കണം. പറയുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പറയണോ? ചില ഈ നിയമപണ്ഡിതന്മാരാരെങ്കിലും ഇരുന്നേ ഞാനിത് അറിഞ്ഞൂടെ 6 മാസം തുടരാം എന്നുള്ള അറിഞ്ഞൂടെ? ശരിയാണ്, 6 മാസം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ആലപ്പുഴയിലെ പുന്നപ്ര വയലാറിന്റെ പാരമ്പര്യമുള്ള ജനങ്ങൾ അബദ്ധമൊന്നും കാണിക്കില്ല. അവർക്ക് രാഷ്ട്രീയ ജാഗ്രതയുണ്ട്. രാജ്യസഭയിൽ BJPക്ക് ഒരു സീറ്റ് കൂട്ടിക്കൊടുക്കുന്ന വിധത്തിൽ അവർ വോട്ട് ചെയ്യില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഒരു കൈത്തറ്റ് വന്ന് KC വേണുഗോപാലും കാണും ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചാൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് രാജസ്ഥാൻ നിയമസഭാംഗങ്ങളാണ് അവിടെ നിന്നുള്ള രാജ്യസഭാംഗത്തെ തെരഞ്ഞെടുക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? BJP സ്ഥാനാർത്ഥി അവിടെ ജയിക്കും. ഇനി തക്കുത്തരം പറയുന്ന കോൺഗ്രസ്സുകാർക്ക് വേണേൽ പറയാം, ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞിട്ട്
പിന്നല്ലേ ഏത് രാജിവെക്കണമെന്ന് തീരുമാനിക്കുന്നത്. രാജ്യസഭ നിങ്ങൾ രാജിവെക്കുമെന്ന് എന്താ നിങ്ങളിങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കുന്നത്? അത് ശരിയാണ്. ആലപ്പുഴ ജയിക്കുമെന്ന് വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ലോക്സഭ തന്നെ രാജിവെക്കും, രാജ്യസഭയിൽ തൊട്ട്. ഞങ്ങൾക്ക് ജയിക്കാവുന്ന സീറ്റാണ്, ഇത് തെളിയിക്കാൻ വേണ്ടി മാത്രം മത്സരിച്ചതാണ്. അങ്ങനെ ഓരോ ബാധിക്കുമോ ഒരാളുകൂടെ? എന്ത് വിതരണവാദത്തിനും സങ്കോചമോ ലജ്ജയോ ഇല്ലാത്ത ഒരു പിറവിയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് എന്നുള്ളത് നമ്മൾ കണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഏറ്റവും നിരുത്തരവാദപരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് മത്സരിക്കണം എന്നുള്ളത് ഈ അവസാന നിമിഷമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു വേദിയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി താൻ മത്സരിക്കേണ്ട സീറ്റ് ഏത് സംസ്ഥാനത്തായിരിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അങ്ങനെ താൻ കൈക്കൊള്ളുന്ന സീറ്റിനെ സംബന്ധിച്ച്, തന്റെ മത്സരത്തെക്കുറിച്ച് ഇന്ത്യ ബ്ലോക്ക് എന്ന രാഷ്ട്രീയ വേദിയിലെ ഘടക പാർട്ടികൾ തമ്മിൽ ഒരു വിവാദമോ തർക്കമോ ഉണ്ടാകാത്ത ഒരു സീറ്റായിരിക്കണം താൻ മത്സരിക്കാൻ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാവുന്ന കാര്യമല്ലേ? ആണോ? അല്ലേ? ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടല്ലേ രാഹുൽ? എത്ര സീറ്റ് കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 50-നടുത്ത്, കഴിഞ്ഞ തവണ 44, ഇത്ര സീറ്റേ കിട്ടിയുള്ളൂ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പദവി അവകാശപ്പെടാൻ വേണ്ടത്ര എണ്ണം പോലും ഉണ്ടായിട്ടില്ല. എത്രയാണ് വേണ്ടത്? 543 സീറ്റാണ് ലോക്സഭയിലുള്ളത്. അതിന്റെ 10%, 54 സീറ്റ് വേണം. അത് ഇക്കഴിഞ്ഞ 5 വർഷം മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനുണ്ടായില്ല, അതിന് 5 വർഷം മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഉണ്ടായില്ല. ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന പാർട്ടിയുടെ ദുരവസ്ഥയാണത്. ഒരു പ്രതിപക്ഷ പാർട്ടി നേതൃത്വ സ്ഥാനം പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേടാൻ കഴിഞ്ഞില്ല. അതിലൊരു കാരണം എന്താ? ഉത്തരേന്ത്യക്കാരനായ ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും പല കോൺഗ്രസ് നേതാക്കന്മാരും മത്സരിച്ച് ജയിച്ച് പ്രധാനമന്ത്രിമാരായിട്ടുള്ള ഉത്തർപ്രദേശിൽ അവിടെ നിന്ന് ഒരു സീറ്റിൽ മത്സരിച്ച് ജയിച്ചു വരാനുള്ള ആത്മവിശ്വാസം ശ്രീ രാഹുൽ ഗാന്ധിക്ക് കൈമോശം വന്നുപോയി എന്ന് 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ BJP-ക്കാർക്ക് പ്രചരിപ്പിക്കാൻ പറ്റി. ഇത്തവണ അദ്ദേഹം കേരളത്തിലെ ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അദ്ദേഹം ത്യാഗധനനാണ്. ശ്രീ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹം ത്യാഗധനനാണെന്ന് പറഞ്ഞത്? ആർക്കെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാം? പൂരിപ്പിക്കാം. നിങ്ങളോടാണ്. അദ്ദേഹം ത്യാഗധനനാണ്. ഈ വയനാട്ടിൽ നിന്ന് മത്സരിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ കൊടി തന്നെ ഉപേക്ഷിച്ചുകൊണ്ട്, ത്യാഗപൂർവ്വം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഇതിൽ പരം ത്യാഗം ആർക്ക് സഹിക്കാൻ പറ്റും? കോൺഗ്രസിന്റെ കൊടി ഉപേക്ഷിച്ചത് പ്രധാനപ്പെട്ട ഘടക പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ കൊടി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ കൊടി അവിടെ പിടിക്കില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി സ്വന്തം പാർട്ടിയുടെ കൊടി അദ്ദേഹം ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു ത്യാഗസന്നദ്ധതയാണ് അദ്ദേഹത്തിന്, അല്ലേ? അസാമാന്യമായ ത്യാഗമാണ്. ഇങ്ങനെയുള്ള അപഹാസ്യമായ അവസ്ഥയിൽ അദ്ദേഹം എന്തിനു ചെന്ന് പെടണം? അതെന്തുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നില്ല? പിന്നെ അദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഉപദേശിക്കുന്നത് അസാമാന്യ ബുദ്ധിമാനായിട്ടുള്ള ശ്രീ KC വേണുഗോപാലാണ്. ഈ 2 ബുദ്ധിയും, രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിയും ശ്രീ KC വേണുഗോപാലിന്റെ ബുദ്ധിയും കൂടെ ചേർന്നാൽ എന്താണ്, അല്ലേ? അതിബുദ്ധിയാണ്. അരവും ചേർന്നാൽ കിന്നരം എന്ന് പറയുന്നത് പോലെ ഈ 2 ബുദ്ധിയും കൂടെ ചേർന്ന് ഈ കേരളത്തിന്റെ അതിർത്തിയിൽ നിന്ന് കാലെടുത്ത് അപ്പുറത്തേക്ക് വെച്ചാൽ തമിഴ്നാട്ടിൽ ഏത് മണ്ഡലത്തിലും അദ്ദേഹത്തിന് മത്സരിക്കുമ്പോ അവിടെ സീതാറാം യെച്ചൂരിക്ക് ചെന്ന് പ്രസംഗിച്ചൂടെ? കാരണം അവിടെ DMK-യുടെ നേതൃത്വത്തിന് കീഴിൽ, DMK-യുടെ നേതൃത്വത്തിന് കീഴിൽ CPI-യും CPIM-ഉം മുസ്ലിം ലീഗും ഒക്കെ യോജിച്ചാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന് 9 സീറ്റുണ്ട് അവിടെ.
പാർട്ടി വേണ്ട. ഇതാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ ഗോഷ്ഠിയായി മാറിയിരിക്കുന്നു. നമ്മൾ കണ്ടല്ലോ, നരേന്ദ്രമോദി സ്വേച്ഛാധിപത്യപരമായി പ്രതിപക്ഷ നിരയിലെ ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള 2 പ്രമുഖ നേതാക്കന്മാരെ ജയിലിലടച്ചിരിക്കുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളും. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരായി ശ്രീ രാഹുൽ ഗാന്ധി ഡൽഹിയിലെ റാലിയിൽ പ്രസംഗിച്ചു. അവിടെയും അദ്ദേഹത്തിന്റെ ത്യാഗമാണ് ഞാൻ കാണുന്നത്. അവിടെ എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ ത്യാഗം നമ്മൾ കാണേണ്ടത്? ആരെങ്കിലും ഒന്ന് പറയൂ. എന്താണ്? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരായി ഡൽഹിയിലെ റാലിയിൽ സീതാറാം യെച്ചൂരിക്കും ഡി രാജയ്ക്കും ഒക്കെ ഒപ്പം രാഹുൽ ഗാന്ധിയും പോയി പ്രസംഗിക്കുകയും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നരേന്ദ്രമോദിയെ ഭർഷിക്കുകയും ഒക്കെ ചെയ്തു. അത് അത്യന്തം ത്യാഗപൂർണമായൊരു പ്രസംഗമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത്. ത്യാഗപൂർണമായൊരു നിലപാടാണ്. എന്തുകൊണ്ടാണ്? ഈ ഡൽഹി മദ്യ അഴിമതി കേസ് എന്ന് പറഞ്ഞുള്ളത് ഉണ്ടാക്കി അരവിന്ദ് കെജ്രിവാളിന്റെ സെക്കൻഡ് ഇൻ കമാൻഡായ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ 2ാം സ്ഥാനക്കാരനായ ഡൽഹി ഉപമുഖ്യമന്ത്രി സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ, സിസോദിയെ അറസ്റ്റ് ചെയ്ത് നന്നായി, പക്ഷെ അതുപോരാ, കേജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടതാരാ? ഈ രാഹുൽ ഗാന്ധിയുടെ ഡൽഹിയിലെ നേതാക്കന്മാരാണ്. അപ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും ആവശ്യപ്പെട്ട ഒരു കാര്യം നരേന്ദ്രമോദി ചെയ്യുമ്പോൾ അതിനെതിരായി പോയി പ്രസംഗിക്കുന്നതിന് കുറച്ച് ത്യാഗമാണോ തൊലിക്കെട്ടിയാണോ എന്താണ് വേണ്ടതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ത്യാഗസുലഭമായ ഒരു നിലപാടാണത്. ഈ വിദ്വാൻ രാഹുൽ ഗാന്ധി ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് പ്രസംഗിക്കുന്നത് എന്താ? നരേന്ദ്രമോദി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ലേ, ചോദിച്ചില്ലേ? പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുമ്പോൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പ്രതിഷേധിക്കുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് പ്രസംഗിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണോ അങ്ങനെ ഒരു സ്റ്റേജ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കിട്ടി അവിടെ വന്നിട്ട് അതിനെ എന്തൊരു ഗോഷ്ഠിയും കോമാളിത്തരവുമാണ് ശ്രീ എം കെ രാഘവ നിങ്ങളുടെ ഈ നേതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നരേന്ദ്രമോദിയുടെ ഒരുപാട് ഗ്യാരണ്ടികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി ഈ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയാൻ ഈ രാഹുൽ ഗാന്ധിയുടെ മഠേത്തരങ്ങളാണ്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെയും ആലോചനാശൂന്യമായ നിലപാടുകളാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താകുമെന്ന് എനിക്കറിയില്ല. പലതരത്തിൽ വരാം. 400 സീറ്റുകളിൽ ഇതുപോലെ കേരളത്തിലും പഞ്ചാബിലും ഒക്കെ പരസ്പരം മത്സരിക്കുന്നുണ്ട്, കുറെ സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഇന്ത്യ വേദിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള സമീപനം കുറെ സ്ഥലത്തെ സാഹചര്യം കൊണ്ട് നമുക്ക് മത്സരിക്കേണ്ടി വരും. പക്ഷേ 543 സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിലൊരു 400 സീറ്റിലെങ്കിലും നമുക്ക് പൊതു സ്ഥാനാർത്ഥികൾ നിർത്താൻ കഴിയണം. കാരണം 400 സീറ്റിൽ പൊതു സ്ഥാനാർത്ഥി നിന്നാൽ 300 സീറ്റിൽ നമുക്ക് ജയിക്കാം. അങ്ങനെ ജയിച്ചാൽ 272 സീറ്റാണ് ലോക്സഭയിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഭൂരിപക്ഷത്തിന് വേണ്ടത്, അല്ലേ? 543 ഭാഗം 2 അധികം 1 ശരിയല്ലേ? 272. അതിൽ കൂടുതൽ സീറ്റ് കിട്ടും. പക്ഷെ അതിൽ കൂടുതൽ സീറ്റ് കിട്ടിയാലും ഈ അരുണാചൽ പ്രദേശിൽ 44 കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ 44-ൽ 43-നെയും വാങ്ങിയതുപോലെ ബി.ജെ.പിയും മുന്നണിയും തോറ്റാലും എം.പിമാരെ പ്രതിപക്ഷത്ത് നിന്ന് വാങ്ങി മോഡി തന്നെ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുമ്പോൾ മോഡി ആദ്യം ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിന്റെ എം.പിമാരായിരിക്കും. അതുകൊണ്ട് മോഡിക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റിയ ഉരുപ്പടികളെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു വിടരുത് എന്ന രാഷ്ട്രീയ തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ നിർണായകമാണ്. കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന KPCC പ്രസിഡന്റ് കണ്ണൂരിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്, ശ്രീ കെ സുധാകരൻ. അദ്ദേഹത്തെ അഭിമുഖത്തിന് ചെന്ന ചാനലുകാരോട് അദ്ദേഹവും ബി.ജെ.പിയുമായിട്ട് ചില നേതാക്കന്മാരുമായിട്ട് ചില ചർച്ചകളൊക്കെ നടക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങളുടെ എല്ലാ ഓർമ്മയിലുണ്ട്.
എന്താ അദ്ദേഹം പറഞ്ഞത്? BJP-യുടെ നേതാക്കന്മാർ എന്നെ കാണാൻ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു സംസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നത്? ഞാൻ നിങ്ങളുടെ ഓർമ്മ പരീക്ഷിക്കുകയാണ് കേട്ടോ, വെറുതെ ഒരു പ്രസംഗം നടത്തിയിട്ട് പോകാനുള്ള ഞാനിവിടെ വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഓർത്തു നോക്ക്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാനത് ഓർത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് നിത്യത്തൊഴിലല്ലേ, അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മളെല്ലാം സ്ക്വാഡ് പ്രവർത്തനത്തിന് പോകുന്നവരാണ്. അദ്ദേഹം പറഞ്ഞത് അവസാനമായി എന്നെ കാണാൻ വന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു BJP നേതാവാണ്. ശരിയാണോ? ഞാനീ പറഞ്ഞ ഓർമ്മ, എന്റെ വയസ്സൊക്കെ ആയിട്ട് ഓർമ്മശക്തിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാണല്ലോ. അപ്പം അവസാനമായി എന്നെ കാണാൻ വന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് KPCC. പിന്നെ അദ്ദേഹം പിന്നീടാണ് KPCC പ്രസിഡന്റ്. ഇത് ചോദിക്കാം, ഞാൻ BJP ചേരണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചത് നിങ്ങൾക്ക് എന്താണ് ഹേ? ഇതാണ് ചോദിച്ചത്. ഇതൊക്കെ മോഡിക്കറിയാൻ കേട്ടോ. പിന്നെ നമ്മുടെ കൊല്ലത്തൊരു ധികൃത വിക്രമനായിട്ടുള്ള റവല്യൂഷണറി സോഷ്യലിസ്റ്റ് നേതാവ്, അദ്ദേഹം നരേന്ദ്രമോദി ചപ്പാട് കഴിക്കാൻ വിളിക്കുന്ന ഒരാളാണ്. അപ്പൊ ചപ്പാട് കഴിക്കാൻ വേണ്ടി പോയി. ഈ MP-മാര് പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും. ഞാനിപ്പോ എന്റെ വലിമത പറയാനല്ല, രാജ്യസഭാംഗമായിരുന്നപ്പോ എനിക്ക് ചില അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അവസരമല്ല, ഞാൻ ചീഫ് വിപ്പായിരുന്നു CPM-ന്റെ, പാനൽ ചെയർമാനായിരുന്നിട്ടുണ്ട്. അപ്പൊ ഓരോ സഭാ സമ്മേളനം ചേരുമ്പോഴും അതിനു മുമ്പ് ഇങ്ങനെയുള്ളവരെ സ്പീക്കർ വിളിക്കും. അവിടെ പ്രധാനമന്ത്രി ഉണ്ടാവും. രാജ്യസഭാംഗങ്ങളെയാണെങ്കിൽ ചെയർമാൻ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ് രാജ്യസഭാ ചെയർമാൻ, അദ്ദേഹം വിളിക്കും, പ്രധാനമന്ത്രി വരും. അത് ഔദ്യോഗിക പരിപാടിയാണ്, അവിടെ പോകും. ഇപ്പൊ പ്രധാനമന്ത്രി BJP ആണോ കോൺഗ്രസ് ആണോ എന്നുള്ള അവിടെ പ്രശ്നമില്ല. അതല്ലാതെ ചാപ്പാട് കഴിക്കാൻ വിളിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതിന് തെളിവെന്താണ്? ഇതേ കൊല്ലത്തെ കോൺഗ്രസ് പിന്താങ്ങുന്ന RSP സ്ഥാനാർത്ഥി എന്റെ സുഹൃത്ത് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി മോഡിയുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയ കൂട്ടത്തിൽ അന്ന് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന BJP-ക്കെതിരായി നിന്നു പോന്നിരുന്ന ഒരു പാർലമെന്റ് അംഗം 3 ദിവസം കഴിഞ്ഞപ്പോൾ BJP ചേർന്നു. പ്രതിവാജി ഓർക്കുന്നുണ്ടോ? അത് ഉണ്ട്. പിന്നെ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ സർഫേസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് പരമാവധി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. പ്രധാനമന്ത്രിയാണ്. ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുമെങ്കിൽ കലിംഗ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയും വരണം. വരുമോ? ഇതിനൊക്കെ നമ്മൾ കുറച്ചു കാലം മന്ത്രിയായിരുന്ന പല പരിപാടിക്കും വിളിക്കും. നമ്മളിവിടെ MLA തന്നെ ചെയ്താൽ മതി. അങ്ങനെയാണ് പറയും. നമ്മൾ പോകേണ്ടതാണോ എന്ന് ആലോചിച്ചിട്ടാണ് പോവുക. ഇത് കൊല്ലം ബൈപ്പാസിന് പ്രധാനമന്ത്രി വരുന്നു. ഇപ്പൊ ഇലക്ഷന് തൊട്ട് മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ ചാപ്പാട് കഴിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ അന്ന് സംസാരിച്ചതായിരിക്കും. കുണ്ട്ര, ഞാൻ MLA ആയിരുന്ന സ്ഥലമാണ് പണ്ട്. ആ കുണ്ട്രയിലെ ഒരു ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. ഞാനത് ചെയ്യണ്ട എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അല്ല, പ്രധാനമന്ത്രി വന്നേ പറ്റൂ, എനിക്ക് വരാൻ പറ്റും, എങ്കിൽ ഓൺലൈനായിട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് ഈ ഒരു റെയിൽവേ, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആയിരിക്കും പ്രധാനമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രേമചന്ദ്രന് വേണ്ടി. പ്രേമലു ആണ് പ്രേമചന്ദ്രൻ എന്നാണ് അവിടെ പ്രചരണം. വാട്ടർലൂ ആണെന്നാണ് അതിന് മറുപടിയായിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പറയുന്നു. എന്നിട്ട് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉദ്ഘാടനം ഓൺലൈനിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രേമചന്ദ്രന്റെ ഒരു പ്രസംഗമുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന താരതമ്യമില്ലാത്ത പദ്ധതി നിർവഹണത്തെ ഇങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് അദ്ദേഹം ഇതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതോടുകൂടി എന്ന് ഈ ഓവർ ബ്രിഡ്ജ് പൂർത്തിയായി എന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെയാണ് പ്രസംഗം, പൊഴുത്തിക്കൊണ്ടുള്ള പ്രസംഗം. ഇതിലെല്ലാം ഉണ്ട്. അവിടെ സീറ്റിന് കുറവ് വന്നാൽ, ഈ 400 സീറ്റിൽ പൊതു സ്ഥാനാർത്ഥി വന്നാൽ സീറ്റിന് കുറവ് വരും. അതിനാണ് സാധ്യത. രാഷ്ട്രീയ സ്ഥിതികളൊക്കെ ഇതേപോലെ പോവുകയാണ്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസുകാരെ വിലയ്ക്ക് വാങ്ങിയിട്ട് തങ്ങൾക്ക് BJP-ക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയ സ്ഥലങ്ങളിൽ BJP ഗവൺമെന്റ് തന്നെ വന്നതുപോലെ ഇന്ത്യയിലും നരേന്ദ്രമോദിയും കൂട്ടരും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് തോൽപ്പിക്കപ്പെട്ടാലും പൂച്ച നാലുകാലിൽ വീഴുന്നത് പോലെ വീണ്ടും മൂന്നാമതൊരു നരേന്ദ്രമോദി ഗവൺമെന്റ് വരാതിരിക്കാൻ
പാർലമെന്റ് അംഗത്വം കച്ചവടം ചെയ്യാൻ മടിയില്ലാത്ത വിഭാഗത്തിൽപ്പെട്ടവര്, കോൺഗ്രസുകാര്, UDF-കാര് ഇവിടെ നിന്ന് നാം തെരഞ്ഞെടുത്ത് അയക്കരുത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി 1-2 കാര്യങ്ങൾ കൂടി ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ UDF പ്രതിനിധികളെ, അതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും, തൃശ്ശൂരിലെ പ്രതാപനൊഴികെ ബാക്കി എല്ലാവരും മുമ്പ് എംപിമാരായിരുന്നവർ വീണ്ടും മത്സരിക്കുക. അവരോട് ചോദിക്കണം, അവരുടെ UDF പ്രവർത്തകരോട് ചോദിക്കണം, കേരളത്തിന്റെ എന്താവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പാർലമെന്റിൽ ശബ്ദം ഉയർത്തും? വിശേഷിച്ച് കേന്ദ്ര ഗവൺമെന്റ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ച് സാമ്പത്തികമായി ചലനശേഷി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. ചലനശേഷിയൊന്നും